ഓഫ് ഇൻഷുറൻസ് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും നടക്കുകയാണ്. ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 2 കന്യാസ്ത്രീ അമ്മമാരെ ഇല്ലാത്ത കേസുണ്ടാക്കി കള്ളക്കേസുണ്ടാക്കി ജയിലിൽ നടത്തുന്നത്. എന്നിട്ടത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെൻറ്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഗവൺമെൻറ് അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നാണ് ഇന്നും കോടതിയിൽ അവരാവശ്യപ്പെട്ടത്. ഇന്നും കോടതിയിൽ. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജാമ്യം കൊടുക്കരുത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്നാണ് ഇന്നും പ്രോസിക്യൂഷൻ വാദിച്ചത്. അതേസമയം ബജറംഗിന് വേണ്ടിയിട്ട് വന്ന അഭിഭാഷകരെല്ലാം ഒരു കാരണവശാലും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, വലിയ ക്രിമിനലുകളെ പോലെ, വലിയ കൊലക്കുറ്റം ചെയ്ത ക്രിമിനലുകളെ പോലെയാണ് ഈ കന്യാസ്ത്രീമാരെക്കുറിച്ച് ഇവർ പറഞ്ഞ് പരത്തിയിരുന്നത്. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. സംഘപരിവാറിന് ബജറംഗ് ദളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഗവൺമെൻറ്റിനെ, ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്ന 834ാമത്തെ സംഭവമാണ് ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണം. ഒരു ദിവസം ശരാശരി 2 കേസുകളാണ് ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ സംഭവമാണിത്. ഇവരുടെ മുഖം മൂടി വലിച്ചു മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത. ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത്. തെറ്റായ കാര്യമാണ്. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചാൽ, ഇപ്പോൾ ഒരു സ്ഥലത്തും അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ കന്യാസ്ത്രീമാർക്കും വൈദികർക്കും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, പുറത്ത് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്തും ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ആതുരാലയങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് ആദിവാസി മേഖലകളിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സ്റ്റാൻ സ്വാമിയെ, വന്ധ്യവയോധികനായ ഒരാളെ ജയിലിൽ പാർക്കിൻസൺ ഡിസീസ് കൊണ്ട് 2 കൈയും കൂട്ടിപ്പിടിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാത്തൊരു വന്ധ്യവയോധികനെ ക്രിമിനലാണ് എന്ന് പറഞ്ഞ് ചങ്ങലക്കിട്ട് ജയിലിലിട്ട് കൊന്ന ഭരണകൂടമാണ്. ചങ്ങലക്കിട്ട് ഭരണകൂടം. ഒരു സ്ട്രോ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല. വെള്ളം കുടിക്കാൻ, വെള്ളം കൈ ചേർത്ത് പിടിച്ച് പാർക്കിൻസൺ ഡിസീസ് ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു വന്ധ്യവയോധികനെ ജയിലിൽ ചങ്ങലക്കിട്ട് കൊന്ന ഭരണകൂടമാണ്. അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. ഇത് രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആ സംരക്ഷണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നത്. ലംഘനമാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും. അതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇവിടെ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ സെഷൻസ് കോടതിയിൽ പറഞ്ഞിരുന്നത് തന്നെ കോടതിയിൽ ആവർത്തിക്കുകയായിരുന്നു എന്നാണ്. ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് അത് തുടർച്ചയായി അവർ അത് ചെയ്യുന്നതാണ്. ജാമ്യം കൊടുത്താൽ ഈ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടരും എന്നൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദമെന്നാണ് അറിയുന്നത്. ഒരു തരത്തിലും ഉള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത 2 പേരാണ്. അവരെയാണ് അന്യായമായി ഈ ക്രിമിനൽസിന്റെ കൂടെ ജയിലിലിട്ടിരുന്നത്. അവർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതിനെ ഏത് തരത്തിലാണ് അവനെ സർക്കാർ എതിർത്തത് എന്നുള്ളത് വളരെ വ്യക്തമാവുന്നുണ്ട്. അപ്പോഴാണ് ഈ അവകാശവാദവും ഇവരെ പുറത്തിറക്കിയത് തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ BJP വരുന്നത്. എന്തായാലും അവിടെ നിന്ന് ഈ കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്, അവിടെ MP-മാരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. PR അരവിന്ദ് സിസ്റ്ററിന്റെ സഹോദരനൊപ്പമുണ്ട്. അരവിന്ദ്, എന്താണ് അവരുടെ സന്തോഷം, അവരെങ്ങനെയാണ് പങ്കുവെക്കുന്നത്? വന്ദന സിസ്റ്ററുടെ സഹോദരനൊപ്പമാണ് ഞാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്, പോരാട്ടം വിജയിച്ചിരിക്കുന്നത്, എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം, കൂടുതലൊന്നും പറയാനില്ല. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു. എപ്പോഴും വിളിക്കലും കാണലും 2 ദിവസം സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റില്ല. ഇപ്പൊ അറിയിച്ചിരുന്നു സിസ്റ്റേഴ്സിനെ നേരിൽ കണ്ട ഈ കാര്യം? അകത്ത് പോയ അറിയിച്ചു. അതിന് മുന്നേ തന്നെ MLA-മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരും അറിയിച്ചു. വലിയ സന്തോഷം. കാരണം വലിയൊരു പോരാട്ടം. ഇനി എന്താണ് ആവശ്യം? കാരണം കേസ് ഇപ്പോഴും കേസ് FIR റദ്ദാക്കണം. ഇതാണ് നമ്മുടെ കാരണം. ഇല്ലെങ്കിൽ ജാമ്യം കിട്ടിയാലും അത് ഒരു 50% ആവുന്നുള്ളൂ. പിന്നെ ഇത് എത്ര വർഷം വേണേലും ഈ കേസുമായിട്ട്
ആർക്കൊക്കെ ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയാനായി? എല്ലാവർക്കും കേരള ജനത, അതായത് നമ്മൾ കാണുന്നില്ല ആരുടെ പേരെടുത്ത് നമുക്ക് പറയാനോ, എല്ലാവരോടും, കേരളത്തിലെ എല്ലാ ജനങ്ങളോടും, ഇന്ത്യയിലെ നമ്മൾ കേരളത്തിലെ മാത്രമല്ല ലോകം മുഴുവനുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കേരളം ഒറ്റക്കെട്ടായിട്ട് രണ്ടുപേർക്ക് വേണ്ടി നിലകൊണ്ടു, ഒറ്റക്കെട്ടായിട്ട് നിന്ന് എല്ലാ പാർട്ടിക്കാരും. നമുക്കിപ്പോ എന്താ പറയുന്നത്, അങ്ങനെ പൊളിറ്റിക്സ് പറയാൻ പറ്റിയല്ലോ ഈ ഒരു കാര്യത്തില്. എല്ലാവരോടും നന്ദി പറയുന്നത് ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ പേരിൽ. കുടുംബത്തിനെ എല്ലാം അറിയിച്ചിരുന്നു. അപ്പൊ തന്നെ എല്ലാം അന്നേരം അവര് കാണുന്നു, നിങ്ങള് ലൈവ് എടുക്കുന്ന അന്നേരം കാണുന്നുണ്ടല്ലോ, എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാരും പോരാട്ടം വിജയിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശ്വാസം, പോരാട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വന്ദന സിസ്റ്ററുടെ സഹോദരൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ബാക്കി നടപടികൾ, ഇനി കേസ് റദ്ദാക്കണം അടക്കമുള്ള നടപടികളിലേക്ക് കോടതി പോകണം. അതുപോലെ തന്നെ ഇതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്ന് തന്നെയാണ് സഹോദരങ്ങളും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അടക്കം വ്യക്തമാക്കുന്നത്. BJP പറയുന്നുണ്ട് തങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട, മറ്റുള്ളവർ നാടകം കളിക്കുകയാണെന്ന്. അതേസമയം മറ്റു പാർട്ടികളും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇടതുപക്ഷ എംപിമാർ അടക്കം നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു, UDF എംപിമാർ അടക്കം കഴിഞ്ഞ ദിവസം നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. കൃത്യമായ പോരാട്ടമായിരുന്നു കഴിഞ്ഞ 8 ദിവസം ഈ കന്യാസ്ത്രീകൾ ഈ ദുർഗിലെ ആ ജയിലിൽ നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പോരാട്ടം, കഴിഞ്ഞ 8 ദിവസത്തെ പോരാട്ടം. നമുക്കറിയാം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയപ്പോൾ എന്നെ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അവർ സ്തബ്ധരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നിയമോപദേശം അടക്കം തേടിയതിനു ശേഷം കൃത്യമായി എന്നെ കോടതിയിൽ ജാമ്യം സമർപ്പിക്കുന്നു. കൃത്യമായ നിയമോപദേശം